ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അബ്രഹാത്തിന്റെ വീട്ടിൽ വിരുന്നു വന്ന ദൈവമിതാ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഓ സ്നേഹരാജനായ ഈശോയെ, നിന്റെ മുൻപിൽ ഞങ്ങൾ അല്പനേരം ആയിരിക്കട്ടെ. ഞങ്ങൾ തുടങ്ങിവെച്ച ജോലികൾ പിന്നീട് നിർവഹിച്ചുകൊള്ളാം. എല്ലാ വെളിച്ചത്തിന്റെയും എല്ലാ വസ്തുക്കളുടെയും ആദ്യ രൂപമേ, നിനക്ക് ഞങ്ങളുടെ പ്രണാമം. ജസ്സയുടെ പുത്രനായ ദാവീദിൽ ഞാൻ എന്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യനെ കണ്ടു. കാർമേഘങ്ങൾക്കിടയിൽ മിന്നൽ പിണരുപോലെ, കൂരിരുട്ടിൽ മിന്നാമിനുങ്ങുപോലെ എന്നും എവിടെയും പ്രകാശിച്ചു നിൽക്കുവാൻ ദൈവം ഇന്നും മനുഷ്യരെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു. ദൈവമേ, നിനക്ക് ഞങ്ങളോടുള്ള കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതും അവിടുത്തെ സമൂഹത്തിന്റെ മുൻപിൽ സേവനം ചെയ്യുന്നതും വലിയ കാര്യമല്ലേ? ഓ നല്ല ദൈവമേ, അനേകർക്ക് ജീവിതം സമർപ്പിക്കുവാൻ, ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമാകുവാൻ, സാന്നിധ്യമില്ലാത്തവർക്ക് സാന്നിധ്യമാകുവാൻ അങ്ങ് ഞങ്ങളെ വിളിച്ചല്ലോ. അങ്ങയുടെ ഈ സ്നേഹത്തിന്, കാരുണ്യത്തിന് ദൈവമേ 1000 നന്ദി. ഇസ്രായേലിൽ ആഖാൻ മാത്രമാണ് പാപം ചെയ്തത്. എങ്കിലും ദൈവം ഇസ്രായേലിനെ മുഴുവൻ ശിക്ഷിച്ചു. ഓ നല്ല ദൈവമേ, ലോകത്തിന്റെ സുഖത്തിന്റെ തൃഷ്ണ, സഹിക്കാനുള്ള കഴിവില്ലായ്മ, ഇവയുടെയൊക്കെ പേരിൽ അങ്ങയുടെ വിളിയുണ്ടായിരുന്നിട്ടും അതുപേക്ഷിച്ച് ലോകത്തിന്റെ പിന്നാലെ പോയ അനേകരെ ഞങ്ങൾ ഓർക്കുന്നു. നല്ല ദൈവമേ,
അവർക്ക് വേണ്ടി അങ്ങയോട് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. നിശബ്ദതയെന്നാൽ നീ ശബ്ദിക്കാതിരിക്കൂ, ഞാൻ ശബ്ദിക്കാം എന്നാണ്. ദൈവമേ, നീ ഞങ്ങളോട് സംസാരിച്ചില്ലെങ്കിൽ നിന്റെ നിശബ്ദത കൊണ്ട് ഞങ്ങൾ നിന്നെ അറിയും. നമുക്ക് ശാന്തമായിരിക്കാം, ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെ. അനാദിയിൽ ദൈവം മാത്രമായിരുന്നു. അതെ, ദൈവം മാത്രം. ഈ ഭൂമുഖത്ത് ചലനമുണ്ടായിരുന്നില്ല. ഇല്ലായ്മയിൽ നിന്നാണ് ദൈവം ഭൂമുഖത്തെ സൃഷ്ടിച്ചത്. നിശബ്ദതയിൽ അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. വീണ്ടും അവൻ ഈ ഭൂമുഖത്തു നിന്ന് ഇസ്രായേലിനെ തന്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്തു, വേർതിരിച്ചു മാറ്റി നിർത്തി. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം അവർക്ക് സ്വന്തമായി നൽകി. എന്നാൽ അവരുടെ പുരോഹിതർക്കും ലേവ്യർക്കും അവിടുന്ന് ഒന്നും സ്വന്തമായി നൽകിയില്ല. കാരണം സർവസമ്പന്നനായ ദൈവമാണ് അവരുടെ സർവസമ്പത്തും. ദൈവം അഹ്റോനോട് പറയുന്നുണ്ട്, ഞാനാണ് നിന്റെ അവകാശവും ഓഹരിയും. അതെ, ദൈവത്തിന് ജനമർപ്പിച്ച കാഴ്ചവസ്തുക്കളായിരുന്നു അവരുടെ ആഹാരം. അവർ ദരിദ്രരായിരുന്നു. അനുസരണത്തിൽ അവർ കർത്താവിനെ പിന്തുടർന്നു. പഴയ നിയമത്തിലെ പുരോഹിതരുടെയും ലേവ്യരുടെയും പ്രതിരൂപമാണ് പുതിയ നിയമത്തിലെ പുരോഹിതരും കർത്താവിന് സമർപ്പിതരായ സന്യസ്തരും. പഴയ നിയമത്തിലെ പുരോഹിതരും ലേവ്യരും വിവാഹിതരായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലെ പുരോഹിതരും സന്യസ്തരും വിവാഹിതരല്ല. തന്മൂലം ഇവർക്ക് ശ്രേഷ്ഠമായ ഒരു വിളിയാണ് ലഭിച്ചത്. നല്ല ദൈവമേ, നീ ഞങ്ങൾക്ക് നൽകിയ ഈ വലിയ കാരുണ്യത്തോടെ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. ദൈവമേ, ദൈവവിളി ലഭിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് കാനാൻ നാട്ടിൽ, സമൃദ്ധിയുടെ നാട്ടിൽ വസിക്കുവാനുള്ള അനുഗ്രഹമാണ് അങ്ങ് നൽകിയത്. ഞങ്ങൾ ഉപേക്ഷിച്ചു പോന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഉപരിയായി അങ്ങ് ഞങ്ങൾക്ക് ഒരുപാട് പേരെ മാതാപിതാക്കളായി, സഹോദരങ്ങളായി അങ്ങ് നൽകി. ദൈവമേ, അങ്ങാണ് ഞങ്ങളുടെ ബലം. കടന്നുപോയ വഴികളിലെല്ലാം അങ്ങ് ഞങ്ങൾക്ക് ആത്മാവിന്റെ അഭിഷേകം നൽകി. അനേകരെ അനുഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അനേകർക്ക് സ്വർഗം ചൂണ്ടിക്കാട്ടുവാൻ ഞങ്ങളുടെ ജീവിതം വഴികാട്ടി. ലോകത്തിന്റെ മുക്കിലും മൂലയിലും അങ്ങ് ഞങ്ങളെ കൊണ്ടുചെന്നാക്കി. അനേകർക്ക് ബലമായി, ആത്മചൈതന്യമായി അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെ കരുപിടിപ്പിച്ചു. സർവസമ്പന്നനായിരുന്ന ക്രിസ്തുവേ, അങ്ങ് പിതാവിന്റെ പാത പിന്തുടരുവാൻ സ്വയം ദരിദ്രനായി തീർന്നു. പിതാവിനെയും അവിടുത്തെ മക്കളെയും സ്നേഹിക്കുന്നതിനായി ബ്രഹ്മചര്യം തിരഞ്ഞെടുത്തു. സ്വന്തം ഇഷ്ടത്തെ മാറ്റിവെച്ചുകൊണ്ട് കുരിശിൽ അവിടുന്ന് പിതാവിന്റെ ഹിതത്തിന് അനുയോജ്യനായി അനുസരണം തിരഞ്ഞെടുത്തു. ദൈവമേ, ഞങ്ങൾ നിന്നിൽ ദൃഷ്ടികൾ ഉറപ്പിക്കുന്നു.
ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവും മെനഞ്ഞെടുത്തെന്നെ തന്റെ കൈകളാൽ ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേകുന്നു ഹൃദയതമ്പുരുമീട്ടി ഞാൻ നന്ദിയേകുന്നു 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 എന്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവും മെനഞ്ഞെടുത്തെന്നെ തന്റെ കൈകളാൽ അസാധാരണമായ ദൗത്യങ്ങൾ ഏൽപ്പിക്കുവാനായി ദൈവം ചിലപ്പോൾ ചിലരെ പ്രത്യേകം വിളിക്കാറുണ്ട്. അപ്രകാരമുള്ള വിളി ലഭിച്ച വ്യക്തിയാണ് മോശ. ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽക്കാരുടെ മോചനത്തിനായി പ്രവർത്തിക്കുവാൻ ദൈവം നിയോഗിച്ചത് മോശയെയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, മോശേ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക് അയക്കുന്നു. ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ നീ മോചിപ്പിക്കണം. കർത്താവാണ് തന്നെ വിളിക്കുന്നതെന്ന് മോശയ്ക്ക് മനസ്സിലായില്ല. അദ്ദേഹം അവിടുത്തെ പേരും അടയാളവും ചോദിക്കുന്നു. കർത്താവ് അവൻ ചോദിച്ചത് നൽകുന്നു. എന്നാൽ വീണ്ടും മോശ കർത്താവിൽ അവിശ്വസിക്കുന്നു. മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ. തന്മൂലം ദയവ് ചെയ്ത് എനിക്കു പകരം മറ്റൊരാളെ അയക്കണമേ. ദൈവം കോപിച്ചു. അവിടുന്ന് മോശയ്ക്ക് പകരം സംസാരിക്കുവാനായി അഹറോനെ നിയമിക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവം പറഞ്ഞത് മോശ ചെയ്തിരുന്നെങ്കിൽ മോശയുടെ വൈകല്യം ദൈവം എടുത്തു മാറ്റിയേനെ. ഓ ദൈവമേ, ഇന്നും നീ ഒരുപാട് പേരെ നിന്റെ വലിയ ദൗത്യം ഏൽപ്പിക്കുന്നതിനായി തിരഞ്ഞെടുക്കുന്നു. എന്നാൽ ലോകത്തിന്റെ സുഖം, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, അധികാരം ഇവയൊക്കെ തങ്ങൾക്ക് വലിയതാണെന്ന് കരുതുമ്പോൾ നിന്റെ വിളി അവർ മറക്കുന്നു. നല്ല ദൈവമേ, തങ്ങൾ ഉപേക്ഷിക്കുന്നതിന് പകരം 100 ഇരട്ടി ലഭിക്കുമെന്ന് ഉള്ള വലിയ ബോധ്യം ഇവർക്ക് നൽകണമേ. മുറിപ്പാടുള്ള നിന്നോട് ചേർന്ന് നിൽക്കുവാനും ആരവങ്ങൾക്ക് മധ്യേ നിന്റെ ശബ്ദം കേൾക്കുവാനും ഇവരെ നീ ഒരുക്കണമേ. ദൈവമേ, നിനക്കായി ഈ ലോകത്തിൽ നിന്ന് ഒരുപാട് പേരെ തിരഞ്ഞെടുക്കണേ, മാറ്റി നിർത്തണേ, ഒരുക്കി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കണമേ. ഏതൊരു ചെറിയവനിലും നിന്റെ തിരുമുഖം കാണുവാൻ, ഏതൊരു പാപിയിലും അവനിലും നിന്നെ തിരിച്ചറിയുവാൻ ദൈവമേ വലിയ ഉത്ബോധ്യം നൽകണമേ. അഹംബോധം കൂടാരത്തിൽ ഉപേക്ഷിച്ച് വഴിയരികിൽ ഉപേക്ഷിച്ചവനെയും അഗതിയെയും ശുശ്രൂഷിക്കുവാൻ അനേകരെ നീ ഉപകരണമാക്കണമേ.
ഈശോയെ, ദൈവവിളി ശിഷ്യത്വത്തിലേക്കുള്ള ക്ഷണമാണ്. അങ്ങയെ അടുത്ത് അനുഗമിക്കാനുള്ള ആഹ്വാനമാണ്. ഞങ്ങളുടെ കഴിവുകളോ മികവുകളോ അല്ല ഞങ്ങളെ നീ തിരഞ്ഞെടുത്തതിന് അടിസ്ഥാനം. ഞങ്ങളുടെ ബുദ്ധി സാമർഥ്യമോ അസാധാരണ വ്യക്തിത്വമോ അല്ല അങ്ങയുടെ മാനദണ്ഡം. ഈ ലോകത്തിലെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ അവിടുന്ന് ഭോഷന്മാരായിരിക്കുന്നവരെയും താഴ്ന്നവരെയും സമൂഹം പരിഗണിക്കാത്തവരെയും തിരഞ്ഞെടുത്തു. ദൈവമേ, ഇതൊരു വലിയ ദാനമാണ്. ദാനമായി കിട്ടുന്ന ഈ സമ്മാനം പിടിച്ചു വയ്ക്കുവാൻ അവകാശമില്ല. അതെ, ഉദാരതയോടെ പങ്കുവയ്ക്കുവാൻ കടമയുണ്ട്. ഞങ്ങൾക്കുള്ളതും ഞങ്ങളെ തന്നെയും പൂർണ്ണമായി സഹോദരങ്ങൾക്ക് വ്യയം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിച്ചാലും. ഈശോയെ, അങ്ങയുടെ ശിഷ്യത്വത്തിലേക്കുള്ള വിളി അത്ര എളുപ്പമല്ല. വളരെയേറെ ത്യാഗം ആവശ്യപ്പെടുന്നുണ്ട്. ഈ ശിഷ്യത്വത്തിന്റെ മുഖമുദ്ര തന്നെ അർപ്പണമാണ്. ഞങ്ങളുടെ വ്യക്തിത്വം തന്നെ പൂർണ്ണമായും അർപ്പിക്കണം. വിളി കേട്ട് ആ വിളിക്ക് ആത്മാർത്ഥമായി പ്രത്യുത്തരിക്കാൻ ഞങ്ങൾക്ക് കഴിയണം. അവിടെ വേദനയുണ്ട്, നൊമ്പരമുണ്ട്. ആയിരിക്കുന്ന ഞങ്ങളുടെ വ്യക്തിത്വത്തിന് തന്നെ പൂർണ്ണ വ്യത്യാസം വരുത്തണം. ഒരു കൊച്ചരുവി ഒഴുകി ഒഴുകി സമുദ്രത്തിൽ എത്തിച്ചേരുന്നതുപോലെ. ദൈവമേ, സമർപ്പണമെന്ന് ഞങ്ങൾ പറയുമ്പോഴും എന്താണ് സമർപ്പണം? മറ്റൊരാളുടെ സ്വന്തമാകലല്ലേ? പക്ഷേ ഞങ്ങൾക്ക് എന്താണ് സമർപ്പിക്കാനുള്ളത്? ഞങ്ങളുടെ ഈ ദുർബല ശരീരമോ, അതോ ഞങ്ങളുടെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മനസ്സോ? അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള നിന്റെ തേജസ്സോ? എല്ലാം ഞങ്ങൾക്ക് ദാനമായി കിട്ടിയതല്ലേ? എന്തുണ്ട് ഞങ്ങളുടെ സ്വന്തമായി? അങ്ങ് പാട്ടത്തിനായി പതിപ്പിച്ച നിലങ്ങളല്ലേ ഞങ്ങളുടെ ജീവിതം? ശ്രീകോവിലിൽ തേജോ വിഗ്രഹത്തിൽ അർപ്പിച്ച പുഷ്പഹാരം പോലെ. ദൈവമേ, ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾക്ക് ഒന്നും സമർപ്പിക്കുവാനില്ല. ആകെയുള്ളത് നിന്റെ കാരുണ്യം മാത്രം. ഈ ചിന്ത ഞങ്ങളിൽ ഉയരുമ്പോൾ ഞങ്ങൾ അറിയുന്നു, നല്ല ദൈവമേ, ഞങ്ങൾക്ക് സമർപ്പിക്കുവാൻ ഒന്നുമില്ല എന്ന്. യേശുവേ, സ്നേഹം, സഹനം, പ്രാർത്ഥന ഇവയാണ് ഞങ്ങളുടെ ദൈവവിളിയുടെ ആധാരം. നിഷ്കപടമായ സ്നേഹത്തിൽ വളർന്ന് ഞങ്ങളുടെ സ്നേഹം മുഴുവൻ പകരാൻ കഴിയട്ടെ. ഗുരുവിനെ തൊട്ടറിഞ്ഞ് അനുഭവിച്ച പത്രോസ് പോലും അങ്ങയെ മാനുഷിക ബലഹീനതയാൽ തള്ളിപ്പറയേണ്ടി വന്നില്ലേ? ദൈവമേ, തെറ്റ് ചെയ്യുമ്പോഴും വീണ്ടും ഹൃദയഭാരവുമായി നിന്റെ അടുക്കലേക്ക് ഓടി അടുക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കുരിശിന്റെ പാത സഹനത്തിന്റെ വഴിയാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ നീ വീണ്ടും പഠിപ്പിക്കണമേ. ദൈവവിളി അത് ഏകാന്തതയിലേക്കുള്ള ഒന്നല്ല, കൂട്ടായ്മയിലേക്ക് ഉള്ളതാണ്. ദൈവവും മനുഷ്യനുമായുള്ള കൂട്ടായ്മയിലേക്ക്. അതിലൂടെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധത്തിലേക്ക് വളരുന്നു. അപ്പോൾ ഞങ്ങൾ ശൂന്യമായ വ്യക്തികളല്ല, നിറവിന്റെ മനുഷ്യരാണ്, പൂർണ്ണതയുടെ മനുഷ്യരാണ്. ലോകത്തിന് ഇന്ന് ദൈവവിളി ഒരു വെല്ലുവിളിയാണ്. ദൈവമേ, ഞങ്ങൾ ലോകത്തിന്റെ മുൻപിൽ ഒരു പരിഹാസപാത്രമാണ്. പക്ഷേ ഞങ്ങളുടെ ജീവിതം നിന്റെ മുൻപിൽ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. സാക്ഷാൽ അങ്ങയെ തിരിച്ചറിയുവാൻ ലോകത്തിന്റെ മുൻപിൽ അതിന്റെ ഒഴുക്കിനെതിരെ പ്രതികരിക്കാതെ നീന്തി
തീരം തേടുവാൻ ഞങ്ങളെ പഠിപ്പിച്ചാലും അങ്ങനെ അങ്ങ് തുടങ്ങിവെച്ച ദൈവരാജ്യത്തിന്റെ ജോലി ഞങ്ങളിലൂടെ ചെയ്തു തീർക്കുവാൻ ഞങ്ങളെ നീ പഠിപ്പിച്ചാലും അതിനുള്ള വലിയ ശക്തി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് തരണമേ. അനേകം ആത്മാക്കളെ അനുഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ നീ ഉപകരണമാക്കിയാലും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.